ഓം നമഃ ശിവായ. സതീവിയോഗത്തിൽ അത്യന്തം ദുഃഖിതനും ദക്ഷനോടുള്ള അടങ്ങാത്ത കോപവും കലർന്ന സമ്മിശ്രഭാവത്തിൽ പ്രപഞ്ചസ്വരൂപനായ ശ്രീ മഹാദേവൻ വാഴുന്ന പുണ്യഭൂമി. ദക്ഷയാഗത്തിനു ശേഷം സതീവിരഹിതനായി ഉഗ്രരൂപത്തിൽ തപസ്സനുഷ്ഠിക്കുന്ന മഹാദേവഭാവത്തിൽ ശൈവചൈതന്യം നിലകൊള്ളുന്ന ഭൂമിയിലെ മറ്റൊരു കൈലാസം. അതെ, ഇത് അഭിമന്യൂർ എന്ന ഗ്രാമം അമയന്നൂറായി മാറിയ മണ്ണിലെ സ്വയംഭൂവായ ശിവചൈതന്യ ഭൂമി, അമയന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. 28 കരകളുടെ അധിപനായി, കരകാക്കുന്ന കാരുണ്യമൂർത്തിയായി, ഭക്തമനസ്സുകളുടെ ഇഷ്ടദേവനായി വാഴുന്ന കൈലാസനാഥന്റെ മണ്ണിൽ ഒരു നവീകരണ പുണ്യത്തിന്റെ മാറ്റുലിയുമായി പുതുതായി പണിയുന്ന ശ്രീകോവിലിനിതാ ഉത്തരം വൈപ്പൊരുങ്ങുകയായി. മഹാതാപസ്സനായ വില്ലുമംഗലം സ്വാമിയാർ പരമേശ്വരന്റെ പടർന്നുകിടന്ന ജടമുടിയിൽ ചവിട്ടാതെ മുട്ടിലിഴഞ്ഞു വന്ന് ദർശനം നടത്തി സ്വാമി ശിവലിംഗത്തിൽ പ്രദക്ഷിണം വയ്ക്കുകയും ദണ്ഡനമസ്കാരം ചെയ്ത് പൂജ ചെയ്യുകയും ചെയ്ത മണ്ണിലിതാ മറ്റൊരു പുണ്യമുഹൂർത്തം വന്നു ചേരുകയായി. അതെ, 2024 സെപ്റ്റംബർ 14 ശനിയാഴ്ച 1200 ആണ്ട് ചിങ്ങം 29 തീയതി ഉത്രാടം നാളിൽ രാവിലെ 10:30-നും 11:30-നും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ വൃത്തശ്രീകോവിലിന് ഉത്തരം വയ്ക്കുകയായി. ധന്യധന്യമാകുന്ന ശൈവചൈതന്യം ഭക്തമനസ്സുകളിലേക്ക് പ്രവഹിക്കുന്ന അമയന്നൂരിന്റെ തിരുമണ്ണിൽ മഹത്തരമായ ഉത്തരം വയ്പ് കർമ്മമൊരുങ്ങുമ്പോൾ ഈ സത്കർമ്മത്തിൽ പങ്കുചേരുവാൻ നിറഞ്ഞ പ്രാർത്ഥനകളോടെ വന്നു ചേരുക ഭക്തമനസ്സുകളെ. ശിവനുടെ ജട പടർന്ന ഭൂമിയാകയാൽ ചുറ്റുമതിൽ നിർമ്മിക്കാതെ പോവുകയും എന്നാൽ കാലമിത്രയും ആയതിനുശേഷം പലതവണ ശ്രമിച്ചിട്ടും ഈ ചുറ്റുമതിൽ നിർമ്മാണം പൂർത്തിയാക്കുവാൻ സാധിക്കാതെ വരുന്നതും അത്ഭുതമായി നിലകൊള്ളുന്ന ഈ മണ്ണിൽ സർവസംപൂജ്യനായ മഹാദേവന് അർപ്പിക്കുകയാണ് നവീകരണത്തിന്റെ സമർപ്പണ പുണ്യം. അതെ, പഞ്ചശിവ പ്രതിഷ്ഠയാൽ പരമപ്രസിദ്ധമായ അമയന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഒരുങ്ങുകയാണ് ക്ഷേത്ര പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി സെപ്റ്റംബർ 14 തീയതി ശനിയാഴ്ച ഉത്രാടം നക്ഷത്രത്തിൽ ഭഗവാന്റെ വൃത്തശ്രീകോവിലിന് ഉത്തരം വയ്പ് കർമ്മം. ആദരണീയനായ വേഴപ്പറമ്പ് ചിത്രഭാനു നമ്പൂതിരിപ്പാട് കണക്കുകൾ തയ്യാറാക്കി തനതായ ക്ഷേത്രശൈലിയിൽ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന അമയന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പുനരുദ്ധാരണത്തിന് സർവ്വസഹായങ്ങളും നൽകി ഭഗവാന്റെ അനുഗ്രഹ കടാക്ഷത്തിന് പാത്രീഭൂതരാകുവാൻ എല്ലാ നല്ലവരായ സജ്ജനങ്ങളോടും അഭ്യർത്ഥിക്കട്ടെ. അതെ, സമ്പൂർണമാകുന്ന ക്ഷേത്ര പുനരുദ്ധാരണം സാധ്യമാകുമ്പോൾ കേരളത്തിലെ തന്നെ ഏറ്റവും വലുതും മനോഹരവുമാകുന്ന ശ്രീകോവിലുകളിൽ ഒന്നായി നമ്മുടെ ക്ഷേത്രവും മാറുകയാണ്. 21 അടി നീളവും 14 ഇഞ്ച് വീതിയും 2 ഇഞ്ച് കനവുമുള്ള 74 കഴുക്കോലുകൾ ഒന്നാം നിലയ്ക്കും 10 അടി നീളമുള്ള 56 കഴുക്കോലുകൾ രണ്ടാം നിലയ്ക്കും 21 അടി നീളവും 14 ഇഞ്ച് വീതിയുമുള്ള 36 കഴുക്കോലുകൾ ഒറ്റക്കൂടത്തിൽ ചേർത്ത് മൂന്നാം നിലയ്ക്കുമായി പണിത് സമർപ്പിക്കുമ്പോൾ നിശ്ചയമായും ഈ മഹാക്ഷേത്രം മലയാള ക്ഷേത്ര സമുച്ചയങ്ങളിൽ തിലകക്കുറിയാകുകയാണ്. ഗർഭഗൃഹത്തിന്റെയും ശ്രീകോവിൽ തറയുടെയും പണികൾ കൃഷ്ണശുലിയിൽ പൂർത്തിയാക്കി അകത്തെ ഭിത്തിയുടെയും തടിയുടെയും പണികൾ പുരോഗമിക്കുമ്പോൾ ഇനി പുറം ഭിത്തി കൃഷ്ണശുലിയിൽ പൂർത്തിയാക്കി കൂടുകയറ്റി ചെമ്പ് പൊതിഞ്ഞ പണികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ആദരണീയനായ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തരണനല്ലൂർ പത്മനാഭൻ നമ്പൂതിരിപ്പാടിന്റെയും തൃശൂർ തെക്കേമഠം മൂപ്പിൽ സ്വാമിയാരുടെയും നിർദ്ദേശങ്ങൾ അനുസരിച്ച് അമയന്നൂർ അയ്യൻകുന്നിൽ രാജു ആചാര്യയുടെയും മുണ്ടക്കയം പുലിക്കുന്ന സന്തോഷാചാര്യയുടെയും നേതൃത്വത്തിൽ 5 കോടിയോളം രൂപ ചെലവ് വരുന്ന ഈ മഹാക്ഷേത്രം ഒരുങ്ങുകയാണ്.
ഗതകാലത്തിൽ പ്രതാപത്തിന്റെ ഔന്നത്തിൽ നിന്ന ഈ മഹാക്ഷേത്രത്തെ അതേ പൂർവസ്ഥിതിയിലേക്ക് കൊണ്ടെത്തിച്ച് ഭഗവാന്റെ ചൈതന്യവർദ്ധനവ് വരുത്തേണ്ടത് ദേശത്തിന്റെ ആകമാനമുള്ള ആവശ്യം തന്നെ. ഭഗവാന്റെ തിരുമിഴി തുറന്നാൽ ഭസ്മമാകാത്ത ദുരിതങ്ങൾ ഭക്തമനസ്സുകൾക്കില്ല. ഭഗവാന്റെ കൃപാകടാക്ഷങ്ങൾ ലഭിച്ചാൽ ഒഴിഞ്ഞു പോകാത്ത ദുരിതങ്ങൾ ഏതുമില്ല. അതെ, ശ്രേഷ്ഠമാകുന്ന ഈ മനുഷ്യായസിൽ ഒരിക്കൽ മാത്രം കൈവരുന്ന അപൂർവ സൗഭാഗ്യമാകും ക്ഷേത്ര പുനരുദ്ധാരണം എന്ന മഹത് കർമ്മത്തിൽ പങ്കാളികളായി തീരൂ പ്രിയ ഭക്തമനസ്സുകളെ. സൃഷ്ടിസാരം വിധി ലിഖിതം മോക്ഷദക്ഷം സുഭിക്ഷം 2024 സെപ്റ്റംബർ 14 തീയതി ചിങ്ങം 29 ഉത്രാടം നക്ഷത്രത്തിൽ രാവിലെ 10:30-നും 11:30-നുമുള്ള ശുഭമുഹൂർത്തത്തിൽ ഭഗവാന്റെ വൃത്തശ്രീകോവിലിന് ഉത്തരം വയ്ക്കുമ്പോൾ വന്നു ചേർന്നാലും ഭക്തഹൃദന്തങ്ങളെ. പൗരാണികമാകുന്ന ആചാരങ്ങളും അതിപ്രശസ്തമായ ഐതിഹ്യപ്പെരുമയും നിലകൊള്ളുന്ന ഈ മണ്ണിൽ ചെറുതും വലുതുമായ ഒരുപിടി പുനരുദ്ധാരണങ്ങൾ നടക്കുമ്പോൾ ഭാഗമാകാൻ കഴിഞ്ഞാൽ അതുതന്നെ പുണ്യം. മഹാദേവനും ഒപ്പം ഉഗ്രമൂർത്തിയായി വാഴുന്ന കോനാടൻ വല്യച്ഛനും മറ്റ് ദേവതാ ചൈതന്യങ്ങളും വരമരുളി വാഴുന്ന മണ്ണിൽ വന്നു ചേർന്നാലും ഭക്തഹൃദയങ്ങളെ. അതെ, വീരഭദ്രസ്വാമിയുടെ രൗദ്രത്തെ ശമിപ്പിക്കുവാൻ ക്ഷേത്രമേൽക്കൂരയിൽ വീഴുന്ന വെള്ളം ധാരയായി പ്രവഹിച്ച് ബിംബത്തിൽ പതിക്കുന്ന പുണ്യഭൂമിയാണിവിടം. ഇളനീരഭിഷേകങ്ങൾ കൊണ്ട് ഭക്തരുടെ ദുരിതങ്ങൾ തീരുന്ന മണ്ണാണ് അമയന്നൂരപ്പന്റെ തിരുസന്നിധാനം. ക്ഷേത്രത്തിനും ഭക്തജനങ്ങൾക്കും സംരക്ഷണം നൽകുന്ന വീരഭദ്രസ്വാമി ചൂരലുമായി സദാസമയം കാവൽ നിൽക്കുന്ന മണ്ണ്. സതീവിരഹിതനായ വിരാട ശിവനായി വാഴുന്ന അമയന്നൂർ മഹാദേവരുടെ ചാരെ വീരഭദ്രസ്വാമിയായി വാഴുന്ന കോനാടൻ വല്യച്ഛൻ. വീരഭദ്രസ്വാമിയുടെ ശ്രീകോവിലിനോട് ചേർന്നുള്ള കിഴക്കേക്കുളത്തിന് സമീപം സതീദേവിയുടെ വിഗ്രഹപ്രതിഷ്ഠയും ഇവിടെയുണ്ട്. വീരഭദ്രസ്വാമിയോട് ചേർന്ന് പുറത്തായി കാണുന്ന സ്ത്രീരൂപ പ്രതിഷ്ഠ ഭൂമിയുടെ മുകളിലേക്ക് പകുതി രൂപത്തിലാണ് ഇവിടെ. കാരണം ദക്ഷയാഗാഗ്നിയിൽ ശരീരം വെടിയുന്ന രീതിയിലാണ് ഈ പ്രതിഷ്ഠയുടെ മാഹാത്മ്യം. കൂടാതെ പഴയ ഒരു ചൊല്ലുണ്ട്, കൊട്ടിയൂർ കാണാത്തത് അമയന്നൂർ കാണാം. കാരണം ഉഗ്രസ്വരൂപനായ വീരഭദ്രനെയും ദക്ഷപുത്രിയായ സതീദേവിയെയും ഭഗവാനോടൊപ്പം ഇവിടെ ദർശിക്കാം എന്നതാണ്. ഈ മണ്ണിൽ വന്നൊന്ന് കൈകൂപ്പിയാൽ തീരാത്ത ദുരിതങ്ങളുണ്ടോ? ഈ ക്ഷേത്ര പുനരുദ്ധാരണത്തിൽ ഭാഗമാകാൻ കഴിഞ്ഞാൽ അതിൽ പരം പുണ്യം മറ്റൊന്നുണ്ടോ? 2024 സെപ്റ്റംബർ 14 ശനിയാഴ്ച രാവിലെ 10:30-നും 11:30-നും മധ്യേ നടക്കുന്ന ശ്രീകോവിലിന്റെ ഉത്തരം വയ്പ് കർമ്മത്തിലും തുടർന്നുള്ള ക്ഷേത്ര പുനരുദ്ധാരണ യജ്ഞത്തിലും പൂർണ്ണ മനസ്സുമായി പങ്കെടുത്ത് ഭഗവാന്റെ അഭീഷ്ടങ്ങൾക്ക് പാത്രീഭൂതരാകൂ ജനമാനസങ്ങളെ. കാലദേശഭേദം ഏതുമില്ലാതെ ഏവർക്കും രക്ഷയും സംരക്ഷണവും നൽകുന്ന അമയന്നൂർ ശ്രീ മഹാദേവന്റെ മടിത്തട്ടിലേക്ക് എല്ലാ നല്ലവരായ ഭക്തഹൃദയങ്ങൾക്കും സ്വാഗതം. ഈ ഉത്തരം വയ്പ് കർമ്മത്തിനും മറ്റ് ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കും ഭാഗമായി തീരുവാനും ഭഗവാന്റെ കടാക്ഷത്തിനായി തിരുമുന്നിൽ കൈകൂപ്പുവാനും ശതകോടി സ്വാഗതം, സുസ്വാഗതം.